ഇന്ന് നമുക്ക് വടക്കൻ എന്ന മലയാള സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, ബ്രഹ്മഗിരി ഐലൻഡിലുള്ള ഒരു ദുരൂഹത നിറഞ്ഞ ബംഗ്ലാവ്. ആ ബംഗ്ലാവിലേക്ക് റിയാലിറ്റി ഷോ സംബന്ധിച്ച് 6 പേരെ കൊണ്ടുവരികയാണ്. റിയാലിറ്റി ഷോ എന്തെന്നാൽ ബിഗ് ബോസ് ഷോ പോലെ ഒരു 6 പേരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അവിടെ 15 ദിവസം അവർ താമസിക്കണം. എന്നിട്ട് ആ ഒരു ബംഗ്ലാവിൽ പേടിക്കാതെ ഇരിക്കുന്ന അവസാനം വരെയും പോരാടുന്ന ഒരാൾക്ക് അവർ 1 കോടി രൂപ നൽകും. അതാണ് അവരുടെ റൂൾസ്. അതനുസരിച്ച് വന്നിരിക്കുകയാണ് 6 പേർ. അവരോട് പറഞ്ഞിട്ടുണ്ട്, പകൽ സമയത്ത് ഷൂട്ടില്ല, രാത്രി സമയത്തായിരിക്കും ഷൂട്ടിങ്. ആ സമയത്ത് പേടിക്കാതിരിക്കുന്ന ഒരാളാണല്ലോ വിജയിക്കുന്നത്. എന്നാൽ ഈ 6 പേരും ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുന്നു. എന്തായിരിക്കും അതിനു പിന്നിൽ കാരണം എന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. സിനിമയുടെ തുടക്കത്തില് ഒരു പ്രധാന കഥാപാത്രമായ മേഘയുടെ വീടാണ് കാണിക്കുന്നത്. ഉറക്കമായിരുന്ന മേഘയ്ക്ക് ഒരു കോൾ വരും. രാമനെ വിളിച്ചിട്ട് കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് മേഘ മറുപടിയും പറഞ്ഞു. എങ്കിൽ നമ്പർ അയച്ചതാ, ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞ് അയാൾ കോൾ കട്ട് ചെയ്യും. അതിനുശേഷം കാണിക്കുന്നത് കഥാനായകനായ രാമനെയാണ്. ഈ രാമൻ വിദേശത്താണ്. പാരാനോർമൽ ആക്ടിവിറ്റിയെ കുറിച്ചൊക്കെ റിസർച്ച് ചെയ്യുന്ന രാമൻ അതിനെപ്പറ്റി ക്ലാസ് എടുക്കുകയും ചെയ്യുന്നുണ്ട്. കൂടെ ഭാര്യയായ അന്നയും ഉണ്ടായിരുന്നു. അപ്പോഴേക്കും മേഘയുടെ കോൾ രാമന് വരും. ക്ലാസ് എല്ലാം കഴിഞ്ഞിറങ്ങിയപ്പോഴാണ് അന്ന മേഘയുടെ കോൾ വന്നെന്ന് പറഞ്ഞ് രാമനെ ഫോൺ ഏൽപ്പിക്കുന്നതും. സത്യത്തിൽ ഈ രാമനും മേഘയും മുൻപ് റിലേഷൻഷിപ്പിലായിരുന്നു. എന്തോ കാരണം കൊണ്ട് രണ്ടാളും പിരിഞ്ഞു. അതിനുശേഷമാണ് രാമൻ അന്നയുമായി റിലേഷൻഷിപ്പിലായതും. കോഫി ഷോപ്പിൽ ഇരിക്കവേ രാമനൊരു കോൾ വരും. മേഘയെ വിളിച്ച ആളായിരുന്നു രാമനെയും വിളിച്ചത്. ജോസഫ്, കേരളത്തിലെ ADGP. ജോസഫ് പറയുന്നത്, കേരളത്തില് ഈ അടുത്തിടെ ഒരു റിയാലിറ്റി ഷോ മർഡർ നടന്നിരുന്നല്ലോ. കുഴപ്പം പിടിച്ച കേസാണ്. 7 മരണങ്ങൾ, അതും ദുരൂഹമായ ദുർമരണം. നിങ്ങളുടെ ഫ്രണ്ട് മേഘയുടെ ഹസ്ബൻഡ് രവിയും കൊല്ലപ്പെട്ട ഒരാളാണെന്ന് ജോസഫ് രാമനോട് പറയുന്നു. ആ ഒരു കേസിനെ പറ്റി രാമൻ കൂടുതലായി പഠിക്കുകയാണ്. ആ ഒരു കൊല നടത്തിയ ബിജോയ് അമിതമായി കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചതിനാൽ ഇപ്പോൾ കോമയിലാണെന്നും രാമൻ അറിയുകയാണ്. അതും ന്യൂസ് ചാനൽ വഴി. മാത്രമല്ല, യൂട്യൂബിൽ വരുന്ന വീഡിയോയിലെല്ലാം പറയുന്നത് ഇതൊരു പാരാനോർമൽ ആക്ടിവിറ്റി മൂലമുണ്ടായ മരണമാണ്. അന്ന് രാത്രി ആ ബംഗ്ലാവിൽ ചില അമാനുഷിക പ്രവൃത്തികൾ നടന്നിട്ടുണ്ട്. ദുരൂഹത നിറഞ്ഞ ദ്വീപാണ് ബ്രഹ്മഗിരി എന്നുള്ള കാര്യവും ആ വീഡിയോയിൽ പറയുന്നത് രാമൻ ശ്രദ്ധിക്കുന്നു. അങ്ങനെ രാമൻ കേരളത്തിലേക്ക് വരുവാനായും തീരുമാനിച്ച് കേരളത്തിലേക്കും എത്തുകയാണ്. ആദ്യം വന്നത് രാമന്റെ അടുത്ത ഫ്രണ്ടായിട്ടുള്ള മേഘയുടെ വീട്ടിലേക്കായിരുന്നു. മേഘ രാമനെ കണ്ടതും കരഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കും. രാമനാണെങ്കിൽ അന്നയെ മേഘയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. അവിടെ ADGP ജോസഫും ഉണ്ടായിരുന്നു. ജോസഫ് കേസിനെ പറ്റി രാമനോട് പറഞ്ഞു കൊടുക്കും. രാമനും മേഘയും മാറി നിന്ന് സംസാരിക്കുന്ന സമയം തന്നെ ഈ ജോസഫ് അന്നയോട് പറയും, ഈ മേഘയുടെ ഭർത്താവ് ഒരു പ്ലേ ബോയ് ആയിരുന്നു. പിന്നെ മേഘയും രാമനും പഠിക്കുന്ന സമയത്ത് റിലേഷൻഷിപ്പിലായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ തന്നെ മേഘയും രാമനും അവിടേക്ക് വരും. മേഘയ്ക്കാണെങ്കിൽ രാമനെ കണ്ടതും നല്ല തെളിച്ചമുണ്ടെന്നും ജോസഫ് പറയുമ്പോൾ അതൊന്നും അന്നയ്ക്കത്ര ഇഷ്ടമാകുന്നതേയില്ല. കേസിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അടങ്ങിയ ഒരു ഫയൽ ജോസഫ് രാമനെ ഏൽപ്പിക്കുന്നു. കുറച്ച് കുഴപ്പം പിടിച്ച കേസാണെന്നും ജോസഫ് രാമനോട് പറയുന്നു. രാമൻ ആ ഫയലിൽ പെൻഡ്രൈവ് ചെക്ക് ചെയ്യുന്ന സമയത്ത് TV ഷോയുടെ ഫുട്ടേജ് ആയിരുന്നു അതിലുണ്ടായിരുന്നതും. ഏകദേശം ഒരു ബിഗ് ബോസ് ഹൗസ് പോലെ. അവിടേക്ക് ഒരു 6 പേരെ സെലക്ട് ചെയ്യുകയാണ്. അങ്ങനെ 6 പേരെയും ബ്രഹ്മഗിരി ഐലൻഡിലേക്ക്, അതും ദുരൂഹത നിറഞ്ഞ ബംഗ്ലാവിലേക്ക് വരുവാനായും പറഞ്ഞു. 6 പേരുടെ പേരുകൾ എന്തെന്നാൽ എലീന, താഷ, രമ്യ, പിന്നെ ബിജോയ്, ശംഭു, നാരായണൻ. ഈ 6 പേരുമാണ് ആ ഒരു ബംഗ്ലാവിലേക്ക് എത്തിയതും. ബംഗ്ലാവിൽ എത്തുമ്പോൾ തന്നെ എല്ലാം ലൈവായിട്ട് ഷൂട്ട് ചെയ്യുന്നുമുണ്ട്. ബംഗ്ലാവിൽ എത്തുമ്പോൾ അവരെ കാത്ത് RK എന്നൊരു ആക്ടറുമുണ്ട്. RK അവർക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറഞ്ഞു കൊടുക്കും. ആ ഒരു ദുരൂഹത നിറഞ്ഞ പ്രേതാലയം പോലുള്ള ബംഗ്ലാവിൽ അവർ 15 ദിവസം താമസിക്കണം. മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല. യാതൊരുവിധ എന്റർടൈൻമെന്റും ഇല്ല. പകൽ സമയം വിശ്രമിക്കാം. രാത്രിയാണ് ഷൂട്ട് നടക്കുന്നതെന്നും RK പറയും. അങ്ങനെ 6 പേരും അകത്തേക്ക് കയറുകയാണ്. കയറുന്നതിന് മുൻപായിട്ട് അവരുടെ കൈവശം ഒരു ലൈറ്റും കൊടുക്കുന്നു. എന്തെങ്കിലും അമാനുഷിക ശക്തികളെ കാണുമെങ്കിൽ ഈ ലൈറ്റ് അടിക്കണമെന്നും പറഞ്ഞാണ് ലൈറ്റ് കൊടുക്കുന്നതും. അകത്ത് ഫുള്ള് ക്യാമറ സെറ്റ് ചെയ്തിരുന്നു. ഈ പ്രോഗ്രാം നടത്തുന്നവരും 6 പേരെയും നിരീക്ഷിക്കുന്നുണ്ട്. എല്ലാവർക്കും കിടക്കുവാനുള്ള റൂമും ശരിയാക്കിയിട്ടുണ്ട്. ആദ്യം കയറി ചെല്ലുമ്പോൾ തന്നെ പേടിപ്പിക്കണ്ട എന്ന് അവർ കരുതി. രാത്രി ഉറങ്ങുവാനായി കിടക്കുന്ന സമയത്ത് രമ്യയുടെ റൂമിലാണെങ്കിൽ രാത്രി അമാനുഷിക പ്രേതങ്ങളെ പോലുള്ള രൂപങ്ങളെയൊക്കെ ടെക്നോളജി വഴി ഇറക്കുവാനായും ക്രൂ മെമ്പേഴ്സ് നോക്കുന്നു. പ്രേതത്തിന്റെ രൂപം കണ്ട് രമ്യ പേടിച്ച് നിലവിളിക്കുന്നു. അവളുടെ നിലവിളി കേട്ട് എല്ലാവരും ഓടിവരും. പക്ഷെ അവിടെ ഒന്നും തന്നെ ബാക്കിയുള്ളവരാരും കണ്ടതേയില്ല. അതിനു മുൻപായിട്ട് ക്രൂ മെമ്പേഴ്സ് അതെല്ലാം മാറ്റി. അടുത്ത ദിവസം ആ പെൺകുട്ടിക്കുണ്ടായ അനുഭവം റെക്കോർഡ് ചെയ്യും.
അതിനടുത്ത ദിവസം രാത്രി തന്നെ അവർക്കൊരു ടാസ്ക് കൊടുക്കുകയാണ്. 2 ടീമായിട്ട് തിരിയണം. ആദ്യത്തെ ടീം എ, രണ്ടാമത്തെ ടീം ബി. എ ടീമാണെങ്കിൽ എ എന്ന് പറഞ്ഞ റൂമിലേക്ക് അതിൽ നിന്നും ഒരാളെ അയക്കണം. ബി ടീം ആണെങ്കിൽ ബി എന്ന് എഴുതിയിരിക്കുന്ന റൂമിലേക്ക് തന്റെ ഗ്യാങ്ങിലുള്ള ഒരാളെ അയക്കണം. എന്നിട്ട് ആ റൂമിനുള്ളിൽ അവർ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടാസ്കിൽ അവർ വിജയിച്ചു. അതായിരുന്നു അവർക്ക് കൊടുത്ത ടാസ്ക്. അങ്ങനെ 2 ടീമായിട്ട് തിരിയുകയാണ്. എലീന, ദാശ, ബിജോയ് ഇവരായിരുന്നു എ ടീം. ശംഭു, നാരായണൻ പിന്നെ രമ്യ ഇവരായിരുന്നു ബി ടീം. എ ടീമിൽ നിന്നും ആ ഒരു എ എന്നെഴുതിയ റൂമിനുള്ളിലേക്ക് കയറിയത് എലീനയായിരുന്നു. ബി ടീമിൽ നിന്നും ആ ഒരു റൂമിലേക്ക് കയറിയത് രമ്യയായിരുന്നു. നാരായണനും ഈ ഒരു ശംഭുവും പേടിച്ച് ബാക്കിലേക്ക് നിൽക്കുകയാണ്. രമ്യ അകത്തേക്ക് കയറി പോകും. അതും വിജനമായ റൂം. അകത്തേക്ക് കയറി പോകുന്ന സമയത്ത് അവൾ നേരെ ചെന്നിറങ്ങുന്നത് ഒരു കാടിനുള്ളിലേക്ക്. അവൾ അവിടെ മാകെ ലൈറ്റ് അടിച്ചു നോക്കും. അപ്പോൾ ഒന്നും തന്നെ കാണുന്നില്ല. മറ്റൊരു വശത്ത് റൂമിനുള്ളിലേക്ക് കയറിപ്പോയ എലീനയാണ് കാണിക്കുന്നത്. എലീനയ്ക്ക് ഇരിക്കാനായിട്ട് ഒരു കസേരയും ഇട്ടിട്ടുണ്ട്. അവളുടെ മുൻപിലായിട്ട് ഒരു ടിവിയും ഉണ്ട്. ആ ടിവിയിലൂടെ കാണുന്നത് അവളെ തന്നെയാണ്. അവൾ കുറെ നേരം അവിടെ വെയിറ്റ് ചെയ്യും. അപ്പോഴത്തെ ക്രൂ മെമ്പേഴ്സ് ആണെങ്കിൽ അവളുടെ അടുത്തേക്ക് ഒരു അമാനുഷിക ശക്തിയെ ടെക്നോളജി ഉപയോഗിച്ച് ഇറക്കുവാനായി നോക്കുന്നു. അവളുടെ പുറകിലായിട്ട് ഒരു രൂപം വരും. അതെല്ലാം അവൾ ടിവിയിലൂടെ കാണുന്നു. മാത്രമല്ല അത് അവളെ സ്പർശിക്കുകയും ചെയ്യും. അത് സ്പർശിക്കുന്നത് അവൾക്ക് ഫീലും ചെയ്യുന്നു. അതോടുകൂടി എലീനയ്ക്കാണെങ്കിൽ വല്ലാതെ പേടിയാകുവാനായും തുടങ്ങി. അവൾ അവിടെ കിടന്ന് അലറും. അവളുടെ അലർച്ച കേട്ട് താഷയും പിന്നെ ബിജോയും അകത്തേക്ക് കയറി വരുന്നു. അതോടുകൂടി എലീനയുടെ ബോധവും പോവുകയാണ്. മറ്റൊരു വശത്ത് രമ്യ ഒറ്റയ്ക്ക് ആ ഒരു കാട്ടിലേക്ക് പോയിരിക്കുകയാണല്ലോ. അവിടെയും അതുപോലെ തന്നെ ക്രൂ മെമ്പേഴ്സ് ടെക്നോളജി ഉപയോഗിച്ച് ഒരു അമാനുഷിക രൂപം അവിടേക്ക് ഇറക്കുകയാണ്. അതും ക്യാമറയുടെ സഹായത്തോടു കൂടി. ആ രൂപത്തിനെ കണ്ടതും രമ്യ അവിടെ നിന്ന് വിളിച്ചും കൊണ്ട് ഓടിപ്പോകുന്നു. 2 പേർക്കും ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആക്കാനായും പറ്റിയില്ലല്ലോ. അത് കഴിഞ്ഞ് അടുത്തതായി അവർക്ക് കൊടുത്തത് ട്രഷർ ഹണ്ടാണ്. നിധി എവിടെയോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാനായിട്ട് ഇതേ സെയിം ടീം തന്നെയാണ് എ ടീമും പോകുന്നു, ബി ടീമും പോകുന്നു. എ ടീം അന്വേഷിച്ച് കയറിയത് നേരെ ആ ഒരു ബംഗ്ലാവിനുള്ളിലേക്കാണ്. എന്നാൽ ബി ടീം പോകുന്നതോ കാടിനുള്ളിലേക്കും. അവരൊരുപാട് അന്വേഷിച്ച് പോകുന്നു. അതിൽ നാരായണനും ഒന്നും കിട്ടുന്നില്ല, ശംഭുവിനും ഒന്നും കിട്ടുന്നില്ല, എലീനയ്ക്കും ഒന്നും കിട്ടുന്നില്ല. എന്നാൽ ഈ ശംഭു ആണെങ്കിൽ മരത്തിനടുത്തേക്ക് വരുന്ന സമയത്ത് അതും കാടാണല്ലോ. ആ ഒരു മരത്തിന്റെ പൊത്തിനകത്തേക്ക് കയറി പോകുവാനുള്ള വഴിയെല്ലാം തടി കൊണ്ട് അടച്ചു വെച്ചിരിക്കുകയാണ്. എന്നാൽ ഈ ശംഭുവാണെങ്കിൽ നേരെ ചെന്ന് ആ തടിയാണെങ്കിൽ വലിച്ചിളക്കുന്നു. തടി വലിച്ചിളക്കിയതും ശംഭു കാല് തന്നെ അവിടെ തന്നെ വീഴും. അതോടുകൂടി ശംഭുവിന്റെ കഴുത്തിലാണെങ്കിൽ വലിയൊരു മുറിവുണ്ടാവുകയും ചെയ്യുന്നു. ശംഭുവിന്റെയും ഈ എലീനയുടെയും നാരായണന്റെയും ബഹളം ഒക്കെ കേട്ട് ബാക്കിയുള്ളവരും അവിടേക്ക് ഓടി വരും. അങ്ങനെ ശംഭുവിനെ ഒരുവിധം അവിടെ നിന്ന് എടുത്ത് ബംഗ്ലാവിലേക്കും കൊണ്ടുപോവുകയാണ്. ആ ഒരു ടാസ്കും അവർക്ക് കംപ്ലീറ്റ് ആക്കുവാനായും പറ്റിയില്ല. ഈ എലീനയും ശംഭുവും തമ്മിൽ അതിനിടയ്ക്ക് വെച്ച് ചെറിയ തർക്കമൊക്കെ ഉണ്ടാകുന്നു. ശംഭുവിന്റെ പ്രവൃത്തി കാരണമാണല്ലോ ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അങ്ങനെ ആ ഒരു ടാസ്കും അവിടെ ഫ്ലോപ്പ് ആവുകയാണ്. അതിനെക്കുറിച്ചെല്ലാം ചർച്ച ചെയ്തുകൊണ്ട് പലരും പല ഭാഗത്തായി നിൽക്കുന്നു. അതിൽ ഈ താഷയും രമ്യയും ഒരുമിച്ച് നിൽക്കുന്നത് കണ്ട് ഈ നാരായണൻ ശംഭുവിനോട് പറയുന്നത്, ദേ ആ താഷയാണെങ്കിൽ ലെസ്ബിയൻ ആണെന്നാ തോന്നുന്നത്. അവൾ വന്ന സമയം മുതൽ രമ്യയുടെ പിന്നാലെ നടക്കുകയാ. പിന്നെ നോക്കിയേ ആ എലീന, അവൾ ബിജോയുടെ പിറകെ നടക്കുകയാ. ഇവൾക്കൊക്കെ ഈ ബിജോയെ കാണുമ്പോൾ എന്താടാ ഇത്ര ഇളക്കമെന്നൊക്കെ നാരായണൻ ശംഭുവിനോട് ചോദിക്കുന്നു. ഈ നാരായണനാണെങ്കിൽ അത്ര നല്ല പുള്ളിയൊന്നുമല്ല. അതേസമയം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം തന്നെ നാരായണനാണെങ്കിൽ ആ ഒരു കാടിനുള്ളിൽ ഒരു വെട്ടം കാണുന്നു. അതും അവരൊരു ഗുഹ പോലെ സ്ഥലത്ത് തടിയൊക്കെ വലിച്ചഴിച്ചല്ലോ. ആ സ്ഥലത്ത് നിന്നുമാണ് വെട്ടം വന്നത്. വെട്ടം കണ്ട ഭാഗത്തേക്ക് നാരായണൻ ശംഭുവിനെ വിളിച്ചുകൊണ്ട് പോകുന്നു. എന്നാൽ അവിടെ ചെറിയൊരു കൽവിളക്കം അവിടെ എന്തോ തീ കത്തിച്ചൊക്കെ വെച്ചിരുന്നു. ഈ ശംഭു അവിടേക്ക് ചെന്നതും ഉടനെ തന്നെ ആ ഒരു കൽവിളക്കിനുമേൽ മൂത്രമൊഴിച്ചു കൊടുക്കും. ആ ഒരു ബഹളം എല്ലാം കേട്ട് ബാക്കിയുള്ളവരും അവിടേക്ക് ഓടി വന്ന് ഇവരെയൊക്കെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. നാരായണനും ശംഭുവും പോയി കഴിഞ്ഞ ഉടനെ തന്നെ ആ ഒരു തടി വെച്ചടച്ചിരുന്ന മരപ്പൊത്തുണ്ടല്ലോ വലിയ ആ ഒരു ഗുഹ പോലത്തെ സ്ഥലത്ത് നിന്നും മിന്നാമിനിങ്ങെല്ലാം പുറത്തേക്ക് വരുന്നു. എന്തോ ഒരു അമാനുഷിക ശക്തിയുടെ സാന്നിധ്യം അവിടെ തന്നെയുണ്ട്. ക്രൂ മെമ്പേഴ്സ് എല്ലാം ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ സമയം ഒരുപാടായതുകൊണ്ട് ക്രൂ മെമ്പേഴ്സ് അന്നത്തെ ഷൂട്ടിംഗ് നിർത്താനായി തീരുമാനിച്ച് പലരും പല വഴിക്കായിട്ടും പോകുന്നു. വീടിനുള്ളിലാണെങ്കിൽ എല്ലാവരും റെസ്റ്റ് എടുക്കുന്ന സമയം. ഒരു ഘട്ടത്തിൽ ഈ ശംഭുവിനെ കാണില്ല. ശംഭുവിനെ അന്വേഷിച്ച് എല്ലാവരും പരക്കം പായുന്ന സമയം. താഷിയാണെങ്കിൽ എന്തോ ശബ്ദം കേട്ട് കിണറ്റിനടുത്തേക്ക് പോകുന്നു. കിണറ്റിനടുത്ത് ചെന്ന് അതിനുള്ളിലേക്ക് എത്തി നോക്കുന്ന സമയത്ത് അവൾ അവിടെ കണ്ട കാഴ്ച എന്തായിരുന്നു നമ്മളെ കാണിക്കുന്നില്ല. അത് കണ്ട് അവൾ അലറി വിളിക്കും. അവളുടെ ബഹളം കേട്ട് ബാക്കിയുള്ളവരും ഓടി വരുന്നു.
താഷ കിണറ്റിൽ കണ്ട കാഴ്ച എന്തെന്നാൽ മരണപ്പെട്ടിരിക്കുന്ന ശംഭുവിനെയാണ്. കയറ് മുകളിലേക്ക് വലിക്കുന്ന സമയത്ത് ശംഭു മുകളിലേക്ക് വന്നു. ശംഭുവിനെ കഴുത്തിൽ കയറിട്ട് കുരുക്കിയ രീതിയിലായിരുന്നു ശംഭു മരണപ്പെട്ടിരുന്നത്. ഉടനെ തന്നെ അവർ ആ കയറ് വിട്ടിട്ട് അകത്തേക്ക് ഓടിപ്പോകും. എല്ലാവരും പേടിച്ചു നിൽക്കുകയാണ്. ശംഭു മരിച്ചതോടുകൂടി അവർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. പക്ഷെ ഈ കാര്യങ്ങളൊന്നും ക്രൂ മെമ്പേഴ്സും കാണുന്നുണ്ടായിരുന്നില്ല. രാമനും അന്നയും ഈ ഒരു ഫുട്ടേജ് എല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. രാമൻ ഉടനെ തന്നെ തന്റെ സംശയം ചോദിക്കുവാനായിട്ട് നേരെ വിളിക്കുന്നത് ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റായ ആയിഷയായിരുന്നു. ആയിഷയോട് ബ്രഹ്മഗിരി ഐലൻഡിനെ പറ്റി തിരക്കും. ആ ഒരു മർഡർ കേസിനെ പറ്റി ഞാൻ അന്വേഷിക്കുകയാണ്. ആ ഒരു ബ്രഹ്മഗിരി ഐലൻഡിനെ പറ്റി എന്തെങ്കിലും അറിയാമോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ആയിഷ പറയുന്നത് അതൊരു പുരാതനമായ സ്ഥലമാണ്. അവിടെ പണ്ട് ജീവിച്ചിരുന്ന പുരാതനമായ ആളുകളുടെയൊക്കെ ശവക്കല്ലറുകളും എല്ലാം അവിടെ തന്നെയുണ്ട്. അവർ ജീവിച്ചിരുന്നതിന് അടയാളമായിട്ട് കുടക്കല്ലുകളെല്ലാം അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അത്രയ്ക്കും ചെറിയൊരു ദുരൂഹത നിറഞ്ഞ സ്ഥലമാണ് ബ്രഹ്മഗിരി എന്നുള്ള കാര്യമൊക്കെ ആയിഷ പറയുന്നു. അതിനുശേഷം വീണ്ടും ഫുട്ടേജ് കാണുവാനായി വന്നിരിക്കുകയായിരുന്നു രാമനും അന്നയും. ശംഭുവിന്റെ മരണത്തോടു കൂടി എല്ലാവരും ബംഗ്ലാവിലേക്ക് വന്നല്ലോ. രമ്യ തന്റെ റൂമിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറുവാനായി നോക്കിയതും കത്തി എരിയുന്ന കാൽപാദങ്ങൾ അവൾ കാണുന്നു. അതും കനലെരിയുന്ന കാൽപാദങ്ങൾ. അത് കണ്ട് രമ്യ അലറി വിളിക്കും. ബാക്കിയുള്ളവരും വന്ന് നോക്കുന്ന സമയത്ത് എരിഞ്ഞുകൊണ്ടിരിക്കുന്ന കാൽപാദങ്ങളാണ് അവരും കാണുന്നത്. അത് കണ്ട് പേടിച്ച് എല്ലാവരും ഓടും. ഉടനെ തന്നെ എലീനയാണെങ്കിൽ ക്യാമറയ്ക്ക് മുന്നിൽ വന്നിട്ട് ഞങ്ങളെ രക്ഷിക്കണം, ഒന്ന് ഹെൽപ്പ് ചെയ്യണേ എന്നൊക്കെ പറഞ്ഞ് അവൾ ഒരുപാട് അപേക്ഷിക്കുന്നു. പക്ഷെ അവിടെ ക്രൂ മെമ്പേഴ്സ് ആരും തന്നെ ഇല്ലായിരുന്നല്ലോ. അതേസമയം തന്നെ ആരോ ഓടുന്ന സൗണ്ട് കേട്ട് നാരായണൻ അതിന്റെ പിന്നാലെ പോകും. നേരെ ചെന്നെത്തുന്നത് ഒരു പഴയ ഒരു റൂം പോലുള്ള ഒരു ബിൽഡിങ്ങിനടുത്തേക്കാണ്. ഒരൊറ്റ മുറിയുള്ളത്. അവിടെ എന്തൊക്കെയോ പഴയ സാധനങ്ങളാണ് അടുക്കി വെച്ചിരിക്കുന്നതും. നാരായണൻ കയറിയതും ആ ഒരു റൂമിന്റെ വാതിലടഞ്ഞു. നാരായണനെ ഫോളോ ചെയ്ത് ബിജോയും ഉണ്ടായിരുന്നു. നാരായണൻ റൂമിനകത്തേക്ക് കയറിയതും മുകളിൽ നിന്നും കുറെ തീപ്പൊരി നാരായണന്റെ മുകളിലേക്ക് വീണ് നാരായണൻ അവിടെ വെച്ച് മരണപ്പെടുന്നു. ആ ഒരു കാഴ്ച കണ്ട് ബിജോയ് വല്ലാതെ പേടിക്കും. ബിജോയ് അവിടെ നിന്നും നേരെ ഓടിപ്പോയി എലീനയോടും രമ്യയോടും പിന്നെ താഷുവിനോടും നാരായണൻ മരണപ്പെട്ടു എന്നുള്ള കാര്യം പറയുന്നു. അതേസമയം തന്നെ അകത്തു നിന്നും നാരായണൻ ഇറങ്ങി വരുന്നു. നാരായണനെ കണ്ടത് ബിജോയ്ക്ക് എന്ത് പറയണമെന്നറിയില്ല. ഈ നാരായണനല്ലേ നീ മരിച്ചെന്ന് പറഞ്ഞത് എന്നൊക്കെ താഷുവും എലീനയും രമ്യയും ഒക്കെ ചോദിക്കും. ബിജോയ്ക്കാണെങ്കിൽ എന്ത് വിശ്വസിക്കണമെന്ന് അറിയത്തേയില്ലായിരുന്നു. അതേസമയം തന്നെയായിരുന്നു ഈ രമ്യയാണെങ്കിൽ കിച്ചണിലേക്ക് മെഴുകുതിരി കത്തിക്കുവാനായും പോയത്. കത്തിച്ചുകൊണ്ട് നിൽക്കുന്ന സമയം തന്നെ രമ്യയ്ക്ക് പിന്നിലായിട്ട് എന്തോ അമാനുഷിക ശക്തിയുടെ സാന്നിധ്യം അവൾക്ക് ഫീൽ ചെയ്യുന്നു. അതും കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുന്ന രൂപം, കനലെരിയുന്ന രൂപം. ഉടനെ തന്നെ അത് അവളുടെ പിന്നാലെ വരികയും അവളെ അത് ബലമായി പിടികൂടുവാനായി നോക്കുകയും ചെയ്യുന്നു. എന്നിട്ട് ഉടനെ തന്നെ രമ്യയുടെ തലയാണെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓവനകത്തേക്ക് അത് ഇടിച്ചങ്ങ് കയറ്റും. അതോടുകൂടി രമ്യയും മരണപ്പെടുന്നു. ആ ബഹളം കേട്ട് എല്ലാവരും ഓടി വന്ന് നോക്കുമ്പോൾ കാണുന്നത് മരണപ്പെട്ടു കിടക്കുന്ന രമ്യയാണ്. ബിജോയും താഷുവും എലീനയും വന്നു. പക്ഷെ നാരായണൻ വന്നില്ല. രമ്യ മരിച്ചത് കണ്ട് ഉടനെ തന്നെ താഷുവും എലീനയും നാരായണനടുത്തേക്ക് ചെല്ലുന്നു. നാരായണ, നമ്മുടെ രമ്യ മരിച്ചടാ എന്നൊക്കെ പറയുമ്പോഴും നാരായണന് വലിയ കുലുക്കമൊന്നുമില്ല. നാരായണൻ എന്തോ പ്രേതം പിടിച്ചതുപോലുള്ള ഭാവത്തിലിരിക്കുകയാണ്. അത് കാണുന്ന ബിജോയ് ഇത് നമ്മുടെ നാരായണൻ ഒന്നുമല്ല, ഇത് വേറെന്തോ ആണ്, അവൻ മരിച്ചുപോയി എന്നൊക്കെ പറഞ്ഞ് താഷുവിനെയും എലീനയും കൂട്ടി അവിടെ നിന്ന് പോകുവാനായി ഇറങ്ങുന്ന സമയം തന്നെ നാരായണൻ ഇടുന്ന കസേര ചലിച്ച് അവർക്ക് അടുത്തേക്ക് വരുന്നു. എന്നിട്ട് ഈ നാരായണനാണെങ്കിൽ താഷുവിനെയും എലീനയും പിടിച്ച് ദൂരേക്ക് വലിച്ചെറിയുന്നു. അവർ ഭിത്തിയിൽ വന്നിടിച്ച് താഴെ വന്ന് വീഴുകയാണ്. അതെല്ലാം കാണുന്ന ബിജോയ് ആണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി ഓടും. ബിജോയ് നേരെ ഇറങ്ങി ചെല്ലുന്നത് ഒരു പുഴയിലേക്കായിരുന്നു. പുഴയിൽ ചാടി അവൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുവാനായി നോക്കുന്നു. അതേസമയം തന്നെ ഈ നാരായണനാണെങ്കിൽ താഷുവിനും എലീനയ്ക്കും അടുത്തേക്ക് നടന്നു വരുന്നെന്ന് കാണിക്കും. ഇതെല്ലാം രാമനും ഭാര്യയെ അന്നയും കാണുന്നുണ്ടല്ലോ. രാമനാണെങ്കിൽ എന്താ അവിടെ സംഭവിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കും. എന്നിട്ട് നാരായണനെ തന്നെ സൂം ചെയ്ത് നോക്കുന്ന സമയത്ത് നാരായണന്റെ പിന്നിലായിട്ട് ഒരു കനലെരിയുന്ന രൂപം നിൽക്കുന്നത് രാമൻ കാണുന്നു. അതേതോ ദുരാത്മാവാണെന്നുള്ള കാര്യം രാമന് മനസ്സിലായി. മാത്രമല്ല രമ്യ മരിച്ച സമയത്തും ഇതേ കനലെരിയുന്ന രൂപത്തെ തന്നെയായിരുന്നു അവിടെ കണ്ടതും. അതോടുകൂടി രാമന് ഈ ഒരു കേസ് കുറച്ച് കുഴപ്പം പിടിച്ചതാണെന്ന് മനസ്സിലാവുകയും ചെയ്തു. അടുത്ത ദിവസം തന്നെ രാമനെയും അന്നയും കാണുവാനായിട്ട് ആയിഷ എത്തുകയാണ്. ആയിഷയാണെങ്കിൽ ബ്രഹ്മഗിരിയെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയും. അത് അമ്മദൈവങ്ങളെ ആരാധിച്ചിരുന്ന ഒരു കൂട്ടം ആളുകളായിരുന്നു അവിടെ താമസിച്ചിരുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ബ്രഹ്മഗിരിയിൽ ഒരു സവർണ ജന്മിയുണ്ടായിരുന്നു, കുലശേഖരൻ. തുറച്ചു നോക്കുന്നവന്റെ കണ്ണും എതിർത്തു പറയുന്നവന്റെ നാവും പിഴുതെടുക്കുന്ന ജന്മി. എന്നാൽ ആ പ്രദേശത്തെ ആണുങ്ങളുടെ ഉറക്കം കെടുത്തിയിരുന്ന ഒരു സുന്ദരി ഉണ്ടായിരുന്നു, പേരും മുകിൽ. എല്ലാ ആണുങ്ങളും
അവളെ ഒന്ന് മോഹിച്ചിരുന്നു. എന്നാൽ ഈ കുലശേഖരനും അവളോടൊരു മോഹമുണ്ടായിരുന്നു. മറ്റാണുങ്ങൾ അവളെ പ്രാപിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കുലശേഖരൻ അവളെ വിവാഹം കഴിച്ച് രണ്ടാം ഭാര്യയാക്കി. രണ്ടാം ഭാര്യയാക്കി എന്ന് പറഞ്ഞാൽ വീട്ടിൽ തളച്ചിട്ടു എന്ന് തന്നെ പറയാം. അവളെ പുറത്താരും കാണാത്ത വിധമാണ് അടച്ചിട്ടിരിക്കുന്നതും. അതും മറ്റൊരു പുരുഷന്മാരും അവളെ കാണാൻ പാടില്ല എന്നൊരു നിർബന്ധം കുലശേഖരനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ പുറം ലോകം കണ്ടിട്ടേയില്ല. എന്നാൽ അവൾക്ക് ഒരു ഇളവ് കൊടുത്തിരുന്നു. വർഷാവർഷം കാവിൽ നടക്കുന്ന തെയ്യക്കോലം കാണുവാനായിട്ട് അവൾക്ക് അവസരമുണ്ടായിരുന്നു. അങ്ങനെ തെയ്യക്കോലം കെട്ടുന്ന ദിവസമെത്തി. അത് കാണുവാൻ വേണ്ടിയിട്ട് മുകിലും പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. ദളിതനായിട്ടുള്ള കുഞ്ഞാമ്പുവായിരുന്നു എല്ലാ വർഷവും ആ ഒരു കാവിൽ തെയ്യക്കോലം കെട്ടാനായി എത്തിയിരുന്നതും. കുഞ്ഞാമ്പുവിന്റെ പ്രത്യേകത എന്തെന്നാൽ ഒത്ത ശരീരം, നല്ല ഉയരം, അങ്ങനെ എല്ലാം കൊണ്ടും ഒത്തിണങ്ങിയ ഒരു പുരുഷനായിരുന്നു ഈ കുഞ്ഞാമ്പു. കുഞ്ഞാമ്പു തെയ്യക്കോലം കിട്ടുന്നതിന് വേണ്ടിയിട്ട് മേക്കപ്പ് ഒക്കെ ഇട്ടുകൊണ്ടിരുന്ന സമയം തന്നെയായിരുന്നു മുകിൽ അവിടേക്ക് വരുന്നതും. ആദ്യ കാഴ്ചയിൽ തന്നെ കുഞ്ഞാമ്പുവിനെ കണ്ടതും മുകിലിന് ഒരുപാട് ഇഷ്ടമായി. അവളുടെ മനസ്സിലുള്ള മോഹവും പുറത്തേക്ക് വന്നു. ഉടനെ തന്നെ കുഞ്ഞാമ്പുവിനെ അവൾ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവിടെ പഴയ സാധനങ്ങളെല്ലാം വാരിയിട്ടിരുന്ന റൂമിലേക്കാണ് അവനെ കൊണ്ടുപോയതും. അവിടെ വെച്ച് ഈ മുകിലാണെങ്കിൽ കുഞ്ഞാമ്പുവുമായിട്ട് ഫിസിക്കൽ റിലേഷനിലും ഏർപ്പെടും. എന്നാൽ അതുവഴി പോകുന്നുണ്ടായിരുന്ന കുലശേഖരൻ ജനൽ വഴി കാണാനിടയായി. അതോടുകൂടി കുലശേഖരന് വല്ലാത്ത ദേഷ്യവും വന്നു. സംഭവം എല്ലാം കഴിഞ്ഞ് കുഞ്ഞാമ്പു തെയ്യക്കോലവും കിട്ടി കാവിലേക്കും എത്തി. അവിടെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അതും കണ്ടുകൊണ്ട് മുകിലും അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ കുലശേഖരൻ നല്ല ദേഷ്യവും വാശിയും പകയും ഉണ്ടായിരുന്ന ആളായതിനാൽ തന്റെ ആളിനെ ഉപയോഗിച്ച് ആ ഒരു തെയ്യം നടക്കുന്ന സമയം തന്നെയായിരുന്നു ഒരു കമ്പി കൊണ്ട് കുഞ്ഞാമ്പുവിനെ കുത്തി കൊലപ്പെടുത്തി. കുഞ്ഞാമ്പു അവിടെ വെച്ച് മരണപ്പെട്ടു പോവുകയും ചെയ്തു. ഈ കഥകളെല്ലാം ആയിഷയാണല്ലോ നമ്മുടെ രാമനോട് പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് ആയിഷ പറയുന്നുണ്ട്, ഈ മുകിലിന് കുഞ്ഞാമ്പുവിനോട് തോന്നിയ മോഹം അവനോട് പേഴ്സണലായിട്ട് തോന്നിയതല്ല. തെയ്യക്കോലം കെട്ടുവാൻ വേണ്ടിയിട്ട് കുറെ മാസങ്ങളായിട്ട് വ്രതം എടുത്തു തിന്ന ഒരു മനുഷ്യൻ, അങ്ങനെയുള്ള ദൈവത്തിനോട് സാമ്യമുള്ള ഒരാളിനോട് അവൾക്ക് തോന്നിയൊരു മോഹം, അല്ലാതെ കുഞ്ഞാമ്പുവിന്റെ ശരീരത്തോടോ അവനുമായിട്ട് ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടണമെന്നോ എന്നുള്ള ചിന്തയൊന്നും അവൾക്കില്ലായിരുന്നു. ആ ഒരു ദൈവിക ശക്തിയെ പ്രാപിക്കണമെന്ന് മുകിലിന്റെ മനസ്സിൽ തോന്നിയ മോഹം അവൾ നിറവേറ്റി. എന്നാൽ ബലിയാടാക്കപ്പെട്ടത് കുഞ്ഞാമ്പുവായിരുന്നു. കുഞ്ഞാമ്പു വ്രതം പിടിച്ചു നിന്നത് കൊണ്ട് തന്നെ ദൈവവുമല്ല മനുഷ്യനുമല്ലാത്ത സാഹചര്യത്തിലായിരുന്നു കുഞ്ഞാമ്പു കൊല്ലപ്പെട്ടതും. കുഞ്ഞാമ്പുവിനെ അടക്കം ചെയ്ത് കഴിഞ്ഞതും ഉടനെ തന്നെ കുഞ്ഞാമ്പുവിന്റെ ശല്യം ആ നാട്ടിലുള്ളവർക്കെല്ലാം ഉണ്ടാകുവാനായും തുടങ്ങി. മൃഗങ്ങളും പക്ഷികളുമെന്നും കുഞ്ഞാമ്പു മരണപ്പെട്ട ആ ഒരു ബ്രഹ്മഗിരിയിലെ ആ ഒരു നാട്ടിലേക്ക് വരാതായി. ആ നാട്ടിലുള്ള എല്ലാ കന്നുകാലികളും ചത്തൊടുങ്ങുവാനായും തുടങ്ങി. കൃഷിയെല്ലാം നശിച്ചു. വിളവൊന്നും കിട്ടാതെ നാട്ടുകാരെല്ലാം പട്ടിണിയാകുവാനായും തുടങ്ങി. മാത്രമല്ല അവിടെ ഇവിടെ ദുർമരണങ്ങളും തൂങ്ങിമരണങ്ങളും ഒക്കെ നടക്കുവാനായും തുടങ്ങി. അതോടുകൂടി കുലശേഖരന് സംഭവം കയ്യിൽ നിന്ന് പോകുന്നെന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ ഒരു മന്ത്രവാദിയെ ഏർപ്പാടാക്കി നമ്മുടെ കുഞ്ഞാമ്പുവിനെ പിടിച്ച് തളച്ചു. തളച്ചത് മറ്റെങ്ങുമല്ല, ആ ഒരു വലിയ കാവിനുള്ളിലുള്ള മരത്തിന് താഴെയായിട്ടുള്ള പൊത്തിനുള്ളിലായിരുന്നു കുഞ്ഞാമ്പുവിനെ തളച്ചതും. ആ പൊത്തിനുള്ളിലെ ആ ഒരു തടിക്കഷ്ണമാണ് ശംഭുവും കൂട്ടരുമൊക്കെ വലിച്ചിളക്കി ആകെ പണിയായിരിക്കുന്നത്. കുലശേഖരന്റെ മരണശേഷം കുലശേഖരൻ താമസിച്ചിരുന്ന ആ ഒരു ഇല്ലമുണ്ടല്ലോ, ആ ഇല്ലം ബ്രിട്ടീഷുകാർ ഏറ്റെടുത്തു. എന്നിട്ടവർ അത് പുതുക്കി പണിത് ഒരു ബംഗ്ലാവാക്കി മാറ്റിയെന്നും ആയിഷ പറയുന്നു. ആ ഒരു ബംഗ്ലാവിൽ വെച്ചാണല്ലോ ഇപ്പോൾ ഇത് ഷൂട്ട് നടന്നതും. അങ്ങനെ കഥകളെല്ലാം കേട്ടുകഴിഞ്ഞ് രാമനാണെങ്കിൽ ബ്രഹ്മഗിരിയിലുള്ള ആ ഒരു ഒറ്റപ്പെട്ട ബംഗ്ലാവിലേക്ക് പോകുവാനായി തീരുമാനിച്ച് രാമനൊപ്പം അന്നയും മേഘയും ഒക്കെ പോകുന്നുണ്ട്. അങ്ങനെ അവർ ബംഗ്ലാവിലേക്ക് യാത്ര പുറപ്പെടും. പോകുന്ന വഴിയിൽ രാമൻ നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ ഈ അന്ന മേഘയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തുകൊണ്ടാ ബ്രേക്കപ്പ് ആയത്? അതിന് മറുപടിയായിട്ട് നമ്മുടെ മേഘ പറയുന്നത്, അതോ അവന് വീട്ടുകാരെ നല്ല പേടിയായിരുന്നു, അതുകൊണ്ടാണ്. പക്ഷെ അവൻ ഒരുപാട് എനിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തു. അവസാനം ഒന്നും നടക്കാതായപ്പോഴാണ് അവൻ വിദേശത്തേക്ക് പോയതെന്നും മേഘ പറയും. അത് കേട്ട അന്ന പറയുന്നത്, നിങ്ങൾ രാമന് വേണ്ടിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിന് മേഘയ്ക്ക് മറുപടിയില്ലായിരുന്നു. അങ്ങനെ അവർ സംഭവം നടന്ന ബംഗ്ലാവിലേക്ക് എത്തി. അവിടെ മാകെ പരിശോധിക്കും. എന്നാൽ ഒരു ഘട്ടത്തിൽ നമ്മുടെ രാമനാണെങ്കിൽ അവിടെയുള്ള ഭിത്തികളിലൊക്കെ തടവി പോകുന്ന സമയത്ത് ഒരു ഭിത്തിയിൽ എന്തോ ഒന്ന് അവന് തോന്നുന്നു. ഉടനെ തന്നെ ആ ഒരു ഭിത്തിയിൽ തട്ടി നോക്കുന്ന സമയത്ത് അകത്തു നിന്നും നല്ല പൊള്ളയായിട്ടുള്ള ശബ്ദം കേൾക്കും. ഉടനെ തന്നെ അവിടെ കിടന്ന കമ്പിയെടുത്ത് ആ ഒരു ഭിത്തി തുറന്നു നോക്കുകയാണ്. അതിനകത്ത് മറ്റൊരറയുണ്ടായിരുന്നു. ആ അറയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ച രാമനാണെങ്കിൽ അവിടെ മാകെ പരിശോധിക്കുമ്പോൾ ഒരു പഴയ പെട്ടിയിൽ നിന്നും പണ്ട് നമ്മുടെ കുഞ്ഞാമ്പു തെയ്യക്കോലം കെട്ടിയിരുന്ന സമയത്തുള്ള വേഷവും പിന്നെ കുറെ താളിയുലകളും രാമന് കിട്ടുന്നു.
അന്നേ ദിവസം രാത്രി വീട്ടിൽ ക്യാമറ എല്ലാം സെറ്റ് ചെയ്യും. അവിടെ എന്തെങ്കിലും അമാനുഷിക ശക്തിയുടെ സാന്നിധ്യം ഉണ്ടോ എന്ന് അറിയുവാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെയൊക്കെ ചെയ്യുന്നതും. എന്നിട്ട് പ്രേതങ്ങളുടെ സാന്നിധ്യം കണ്ടുപിടിക്കുവാൻ വേണ്ടിയിട്ട് അതിനുള്ള മെഷീൻ എല്ലാം സെറ്റ് ചെയ്ത് വെക്കുകയും ഒക്കെ ചെയ്യുന്നു. മാത്രവുമല്ല, വാതിലിന് പുറത്തായിട്ട് ഒരു ചിലങ്കയും തൂക്കിയിടുന്നുണ്ട്. അങ്ങനെ 3 പേരും ഫുഡ് കഴിക്കുവാനായി ഇരിക്കുന്ന സമയം അന്നയാണെങ്കിൽ മേഘയെ പേടിപ്പിക്കുവാനൊക്കെ നോക്കും. അവസാനം അത് ചുമ്മാതെയാണെന്ന് രാമൻ പറയുന്നു. രാമന് പണ്ടത്തെ പോലെ ഇപ്പോൾ പേടിയൊന്നുമില്ല എന്നുള്ള കാര്യം മേഘ മനസ്സിലാക്കി. മേഘ അക്കാര്യം ചോദിക്കുന്ന സമയത്ത് രാമൻ പറയുന്നത്, പേടിയെല്ലാം പോയി. അവരെന്നെ തല്ലുവാനായി വന്ന സമയത്ത് എല്ലാവരും ചേർന്ന് എന്നെ വിരട്ടിയപ്പോൾ, അങ്ങനെ ഞാൻ ഈ നാടേ ഉപേക്ഷിച്ചു പോയപ്പോൾ എന്നൊക്കെയുള്ള കാര്യം രാമൻ പറയുന്നു. രാമന് ഏകദേശം ചതിക്കപ്പെട്ട ഒരവസ്ഥയാണ്. അതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം തന്നെയായിരുന്നു നമ്മുടെ മേഘയുടെ മുടിയെല്ലാം മുകളിലേക്ക് ഉയരുന്നതും. പെട്ടെന്നൊരു ശക്തി വന്ന് അവളെ പുറകിലേക്ക് വലിക്കുകയും അവൾ പുറകിലെ ഭിത്തിയിൽ പോയി ഇടിച്ച് തറയിലേക്ക് വന്ന് വീഴുകയും ചെയ്തു. എന്തെന്നറിയാൻ വയ്യാതെ 3 പേരും ഓടി ചെന്നിട്ട് അവളെ എടുത്തു പൊക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് നോക്കുവാൻ വേണ്ടിയിട്ട് രാമൻ പുറത്തേക്ക് പോകും. അതേസമയം നമ്മുടെ മേഘയും അന്നയും ഒറ്റയ്ക്കായിരുന്നു. കറണ്ടും പോയി. അന്നയാണെങ്കിൽ ജനറേറ്റർ ഓണാക്കുവാനായി പോയ സമയം മേഘ ഒറ്റയ്ക്കും. എന്നാൽ മേഘ നിൽക്കുന്ന ജനലിനടുത്തായിട്ട് എന്തോ ഒരു കൈപ്പാദമൊക്കെ പതിയുന്നതും അവൾ കാണുന്നു. അവൾക്കാണെങ്കിൽ എന്താണെന്ന് അറിയാനും പറ്റുന്നില്ല. അവൾ അലറി വിളിക്കും. അതേസമയം അന്നയും അടുത്തേക്ക് വരും. എന്നാൽ അന്നയ്ക്കാണെങ്കിൽ ജനറേറ്റർ ഓൺ ആക്കണമല്ലോ. ആ സമയം തന്നെ മേഘയുടെ കയ്യിൽ ആരോ പിടിക്കുന്നത് പോലെയൊക്കെ അവൾക്ക് തോന്നുന്നു. അവൾ വിചാരിച്ചത് രാമനായിരിക്കുമെന്നാണ്. എന്നാൽ രാമൻ ദേ ബേക്കിലേക്ക് നിൽക്കുകയാണ്. ക്യാമറ ഫുട്ടേജ് എല്ലാം ചെക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയം തന്നെയായിരുന്നു മേഘയുടെ പെരുമാറ്റത്തിൽ ഒരു മാറ്റം വന്നതും. അവളുടെ ദേഹത്ത് പ്രേതം കൂടിയിരിക്കുന്നു. അവൾ പ്രേതം കൂടിയതുപോലെ തന്നെ അവിടെ കിടന്ന് വല്ലാതെ ബഹളം ഉണ്ടാക്കും. ഒരു ഘട്ടത്തിൽ 2 പേരും ചേർന്ന് മേഘയെ പിടിച്ചു വെക്കും. മേഘയുടെ പെരുമാറ്റത്തിൽ ചെറിയ മാറ്റം വന്നപ്പോൾ തന്നെ അന്നയോട് അവളെ നോക്കാനായിട്ട് പറഞ്ഞിട്ട് ഉടനെ തന്നെ രാമനാണെങ്കിൽ പുറത്തേക്ക് പോകും. പുറത്ത് ഒരു തെയ്യക്കോലം നിൽക്കുന്നതും രാമൻ കാണുന്നുണ്ട്. മാത്രമല്ല, രാമൻ പുറത്തു പോയ സമയം തന്നെയായിരുന്നു മേഘ അന്നയുടെ കഴുത്തിൽ കുത്തിപ്പിടിക്കുന്നതും. അന്ന മരിക്കുമെന്ന അവസ്ഥ വരെ എത്തി. അതേ സമയത്ത് രാമൻ ഓടി വന്ന് മേഘയെ പിടിച്ചുകൊണ്ടുപോയി കെട്ടിയിടുന്നു. രാമൻ പുറത്തേക്ക് പോയ സമയം അന്നയാണെങ്കിൽ ക്യാമറ ഫുട്ടേജ് എല്ലാം ചെക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയം. അപ്പോൾ മേഘയാണെങ്കിൽ, എന്നെ അഴിച്ചുവിട്, ഞാൻ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ കെഞ്ചി കരയും. അത് കണ്ട് പാവം തോന്നി അന്ന അടുത്തു വന്ന് അവളുടെ കയ്യിലെ കെട്ടഴിച്ചങ്ങ് കൊടുക്കുന്നു. കെട്ടഴിച്ചു വിട്ടതും ദേ മേഘയുടെ സ്വഭാവം മാറുകയാണ്. മേഘ അവിടെ നിന്നും എഴുന്നേറ്റ് അകത്തേക്ക് പോകും. അകത്തേക്ക് പോകുന്ന സമയമെല്ലാം മേഘയാണെങ്കിൽ തന്റെ മേൽവസ്ത്രമെല്ലാം അഴിച്ചു കളഞ്ഞിട്ടാണ് പോകുന്നതും. അർദ്ധനഗ്നയായി നിൽക്കുകയാണ്. അതേസമയം രാമൻ അവിടേക്ക് വരും. എന്താ മേഘ നീ കാണിക്കുന്നത് എന്നൊക്കെ രാമൻ ചോദിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ മേഘയുടെ സ്വഭാവം എല്ലാം മാറി. അവളാണെങ്കിൽ രാമനെ ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടുവാനായിട്ടും ക്ഷണിക്കുകയാണ്. സത്യത്തിൽ ഈ മേഘയുടെ ദേഹത്ത് മുകിലിന്റെ ആത്മാവ് കയറിയിരിക്കുകയാണ്. മുകിൽ എങ്ങനെയാണോ ഒരു പുരുഷനെ സമീപിക്കുന്നത് അതുപോലെ തന്നെയായിരുന്നു ഈ മേഘയും രാമനടുത്ത് കാണിച്ചതും. ഉടനെ രാമൻ തന്റെ കോട്ടെടുത്ത് മേഘയെ പുതപ്പിച്ചിട്ട് അവളെ അവിടെ നിന്ന് കൊണ്ടുപോയി ഒരു കസേരയിൽ കെട്ടിയിടും. രാമനാണെങ്കിൽ അവളുടെ അവസ്ഥയൊക്കെ കണ്ട് വല്ലാതെ സങ്കടമൊക്കെ വരുന്നു. അതേ സമയത്തായിരുന്നു പുറത്തുനിന്നും ചിലമ്പിന്റെ ശബ്ദമൊക്കെ കേൾക്കുന്നതും. അതെന്തെന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട് രാമൻ പുറത്തേക്ക് പോയി. അതേസമയം ക്യാമറ ഫുട്ടേജ് ഒക്കെ ചെക്ക് ചെയ്യുകയായിരുന്നു അന്ന. അപ്പോഴാണെങ്കിൽ അവിടെ ഒരു തെയ്യക്കോലം നിൽക്കുന്നതും അന്ന കാണുന്നു. അന്ന ആ വിവരം രാമനെ വിളിച്ചു പറയും. രാമനാണെങ്കിൽ ഡോറും തുറന്ന് പുറത്തേക്ക് ഇറങ്ങും. അപ്പോൾ കാണുന്ന കാഴ്ച, രാമന് മുന്നിലായിട്ട് ഒരു തീകോളം പോലെ തെയ്യക്കോലം ഉയർന്നു വരുന്നു. എന്നിട്ട് അതിന്റെ ശക്തിയാണെങ്കിൽ രാമൻ അടുത്തേക്ക് ചെല്ലും. രാമൻ പേടിച്ച് അകത്ത് കയറി കഥ കടയ്ക്കുന്നു. എന്നിട്ട് രാമൻ അവിടെ നിന്നും നേരെ അന്നയ്ക്കടുത്തേക്കൊക്കെ വരും. എന്നിട്ട് മേശയ്ക്കടുത്തായിട്ട് നിൽക്കുന്ന സമയം തന്നെ രാമന്റെ സ്വഭാവത്തിൽ ഒരു മാറ്റം. നീ എന്താടി അവിടെ ചെയ്യുന്നത് എന്നൊക്കെ ദേഷ്യത്തോടെ അന്നയോട് ചോദിക്കുന്നു. മാത്രമല്ല, രാമന്റെ കണ്ണ് മുഴുവൻ കറുത്തിരുന്നു. അന്നയ്ക്ക് സംഭവം പിടികിട്ടി. പോയി ജനറേറ്റർ ഓൺ ആകടി, എനിക്ക് വെളിച്ചം വേണമെന്നും രാമൻ അന്നയോട് പറയുന്ന സമയം തന്നെയായിരുന്നു അന്ന പോയി ജനറേറ്റർ ഓൺ ആക്കുന്നതും. അപ്പോഴേക്കും കറണ്ടും വരുന്നു. അന്ന പേടിച്ചിറങ്ങി പോകുന്നത് കാണുന്നതും രാമൻ നോർമലായി. അന്ന സോറി അന്ന, ഞാൻ ഒന്നും ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് രാമനാണെങ്കിൽ അന്നയുടെ പിറകെ പോകുന്നു. അപ്പോഴേക്കും അവൾ ജനറേറ്റർ ഓൺ ആക്കിയിട്ടാണ് പോകുന്നതും. കറണ്ടും വന്നിരുന്നു. അന്ന അവിടെ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് കരുതി അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിന് മുകളിലേക്ക് കയറും. അവിടെ ഒരു ഏർമാടം കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. രാമനിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് അന്ന നേരെ ഓടി കയറിയത് ഒരു ഏർമാടത്തിന് മുകളിലേക്കായിരുന്നു. അന്ന അവിടെ ഒളിച്ചിരുന്ന സമയം തന്നെയായിരുന്നു രാമനും അവളുടെ പിന്നാലെ അതിന് മുകളിലേക്ക് കയറിയതും. എന്നെ ഒന്നും ചെയ്യരുത്, പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞിട്ടും രാമൻ അവളെ അവിടെ നിന്നും തള്ളി താഴേക്കിടും. അപ്പോഴേക്കും രാമൻ വീണ്ടും നോർമലായി. താഴെ വന്ന് അന്നയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് രാമൻ. എന്നിട്ട് രാമന് വല്ലാതെ ദേഷ്യം വരുന്നു.
സത്യത്തിൽ രാമന്റെ ദേഹത്തേക്ക് പ്രവേശിച്ചത് കുഞ്ഞമ്പുവിന്റെ പ്രേതമായിരുന്നു. രാമൻ അതൊന്നും അറിയത്തില്ലല്ലോ. ഇത് മേഘയുടെ പണിയാണെന്ന് വിചാരിച്ച് ഉടനെ തന്നെ രാമനാണെങ്കിൽ ദേഷ്യപ്പെട്ട് അകത്തേക്ക് പോയിട്ട്, എടി നമ്പ്യാരിച്ചി, മതിയാക്കാറായില്ലേ നിന്റെ സ്വഭാവം എന്നൊക്കെ മേഘയോട് ചോദിക്കുന്നു. മേഘയുടെ ദേഹത്ത് ആത്മാവില്ലല്ലോ, അവളും നോർമലായിട്ടിരിക്കുന്ന സമയം. ഞാനൊന്നും ചെയ്തില്ല എന്നൊക്കെയുള്ള രീതിയിൽ അവൾ കരയും. മാത്രമല്ല അവൾ അവിടെ ഉണ്ടായിരുന്ന ക്യാമറ ഫുട്ടേജിലേക്ക് നോക്കുന്നു. അപ്പോൾ രാമനും അത് ശ്രദ്ധിക്കും. അപ്പോൾ കാണുന്ന കാഴ്ച എന്തെന്നാൽ രാമൻ തന്നെ അന്നയെ തള്ളിയിട്ട് കൊല്ലുന്നതാണ്. രാമന്റെ ദേഹത്തേക്കാണ് കുഞ്ഞമ്പൂന്റെ പ്രേതം പ്രവേശിച്ചതെന്ന് അതിലൂടെ രാമന് മനസ്സിലായി. കാരണം കണ്ണ് മുഴുവൻ കറുത്തിരുന്നു. രാമനത് കണ്ട് സഹിക്കാനായില്ല. അവൻ പൊട്ടിക്കരഞ്ഞിട്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. രാമൻ നേരെ പോയത് പുതിയൊരു അറ കണ്ടുപിടിച്ചില്ലേ, അതിലേക്കായിരുന്നു. അവിടെ ചെന്നിട്ട് ആ ഒരു തെയ്യക്കോലത്തിന്റെ വേഷമെല്ലാം എടുത്തണിയും. രാമന്റെ ദേഹത്തേക്ക് കുഞ്ഞമ്പൂവിന്റെ ആത്മാവ് കടന്നിരിക്കുകയാണ്. എന്നിട്ട് നേരെ ആ ഒരു കാവിലേക്കും പോകുന്നു. അവിടെ വെച്ച് രാമനാണെങ്കിൽ തെയ്യക്കോലം കെട്ടി നൃത്തവും ചെയ്യുകയാണ്. എന്നിട്ട് വലുതായിട്ട് തീയിടും. ആ ഒരു തീ ആളി കത്തുന്ന സമയം തന്നെയായിരുന്നു രാമൻ അതിലേക്ക് ചാടുവാനായി പോകുന്നത്. അതേസമയം മേഘയാണെങ്കിൽ കയ്യിലെ കെട്ടൊക്കെ അഴിച്ചിട്ട് നേരെ രാമനടുത്തേക്ക് വരും. എന്നിട്ട് രാമനെ പിടിച്ചു നിർത്തുകയാണ്. രാമൻ ഒന്നും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് രാമനെ പിടിച്ചു നിർത്തിയിട്ട് അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. രാമനാണെങ്കിൽ വല്ലാതെ ക്ഷീണിച്ചിരുന്നു. ബോധം പോയ രാമനെ കാറിലിരുത്തി മേഘയാണെങ്കിൽ വീണ്ടും നാട്ടിലേക്ക് തിരിച്ചു വരുവാനായിട്ട് സ്പീഡിന് കാർ ഓടിക്കുന്ന സമയം ഉടനെ തന്നെ ആയിഷയെ ഫോൺ ചെയ്യുകയാണ്. ഇനി നിങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ എന്ന പേരിൽ അവിടെ ഒരിക്കലും നിൽക്കാൻ പാടില്ല, എത്രയും വേഗം അവിടെ നിന്ന് വരണം. ഇനി അവിടെ നിന്നാൽ ശരിയാകില്ല എന്നുള്ള കാര്യം ആയിഷ പറയുന്നു. രാമനെയും കൂട്ടി മേഘ കാർ ഓടിച്ച് വരുന്ന സമയം തന്നെയായിരുന്നു രാമന് ബോധം വന്നതും. എവിടെയാ നമ്മൾ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് രാമൻ വല്ലാതെ വെപ്രാളപ്പെടും. അതേസമയം തന്നെ രാമന്റെ ചെവിയിലായിട്ട് ആ ഒരു ചിലമ്പിന്റെ ശബ്ദം കേട്ടുകൊണ്ടേയിരിക്കുന്നു. രാമൻ ബേക്കിലേക്ക് തിരിഞ്ഞു നോക്കും. അപ്പോഴേക്കും രാമന്റെ ദേഹത്തേക്ക് കുഞ്ഞമ്മൂന്റെ പ്രേതം പ്രവേശിച്ചും കഴിഞ്ഞിരുന്നു. രാമനാണെങ്കിൽ വല്ലാത്തൊരു ചിരിച്ചിരിക്കും. എന്നിട്ട് മേഘയോട് വണ്ടി നിർത്തുവാനായും പറഞ്ഞു. മേഘ വണ്ടി നിർത്തിയത് ഒരു പാലത്തിന് മുകളിലായിരുന്നു. രാമൻ ഉടനെ തന്നെ അവിടെ നിന്നും ഇറങ്ങി പാലത്തിനടുത്തേക്ക് ചെന്നിട്ട് വല്ലാതെ അലറുകയും ഒക്കെ ചെയ്യും. പാവം മേഘയ്ക്കറിയില്ലല്ലോ രാമന്റെ ദേഹത്ത് കുഞ്ഞമ്പൂവിന്റെ പ്രേതം കൂടിയിരിക്കുകയാണെന്ന്. അതൊന്നും അറിയാതെ രാമന് പിന്നാലെ തന്നെ മേഘ പോകും. ബാ, നമുക്ക് തിരിച്ചു പോകാമെന്നും ഈ രാമനാണെങ്കിൽ മേഘയോട് പറയുന്നു. അതിനവള് സമ്മതിക്കുകയും ചെയ്യും. കാരണം മേഘയ്ക്ക് രാമനോട് ചെറിയ താല്പര്യമുണ്ടല്ലോ. രാമൻ തന്നെ തിരിച്ചു പോയി ഒരുമിച്ച് ജീവിക്കാനാണ് വിളിക്കുന്നതെന്നായിരിക്കും മേഘ കരുതിയിട്ടുണ്ടാവുക. മേഘ ഉടനെ തന്നെ രാമനൊപ്പം വണ്ടിയിൽ കയറും. എന്നാൽ രാമൻ തിരികെ അല്ല പോയത്. രാമൻ ഉടനെ തന്നെ വണ്ടി റിവേഴ്സ് എടുത്തിട്ട് നേരെ സ്പീഡിന് വന്ന് പാലത്തിൽ ഇടിച്ചു കയറി നേരെ വണ്ടി വന്ന് വീഴുന്നതും ആ പുഴയിലേക്ക് വണ്ടി മുങ്ങി താന്നു പോവുകയാണ്. അങ്ങനെ രാമൻ ആ ഒരു പുഴയിലൂടെ ഒഴുകി നടക്കും. സത്യത്തിൽ കുഞ്ഞമ്പൂന്റെ പ്രേതത്തിന് കുഞ്ഞമ്പു നേരിട്ട ചതിയുടെ കഥ, താൻ ചതിക്കപ്പെട്ട ആ ഒരു കാര്യങ്ങളെല്ലാം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മനുഷ്യന്റെ സഹായം ആവശ്യമായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് മിക്കവാറും കുഞ്ഞമ്പു രാമനെ തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക. ഒരു പുഴക്കരയിലേക്ക് വന്ന് അടിഞ്ഞു കിടക്കുകയാണ് രാമൻ കണ്ണു തുറന്നു നോക്കുന്ന സമയത്ത് തന്റെ മുന്നിലായിട്ട് തെയ്യക്കോലത്തിന്റെ അതേ മേക്കപ്പെട്ട് നിൽക്കുന്ന ഒരു പയ്യനെയും കാണുന്നു. അതും പകുതി മുഖത്തിൽ. അവനാണെങ്കിൽ രാമന്റെ കയ്യിൽ നിന്ന് വാച്ചുമെടുത്ത് അവിടെ നിന്നും ഓടിപ്പോകും. രാമൻ അവിടെ തന്നെ കിടക്കുന്നതും കാണിച്ചുകൊണ്ട് സിനിമയുടെ കഥ അവസാനിക്കുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. എങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.